ഹായ് ഹലോ നമസ്കാരം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അതിരപ്പള്ളി മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് എത്ര വട്ടം പോയാലും മടുക്കാത്തൊരു യാത്രയാണ് കാടിനുള്ളിലൂടെയുള്ള ഈ യാത്ര. പ്രത്യേകിച്ച് മൺസൂൺ സീസണിലും നിങ്ങളും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ സമയമാണ് ഈ മൺസൂൺ സീസൺ. ഇടയ്ക്ക് ഞങ്ങൾ വണ്ടി നിർത്തി സൈഡിലുള്ള നല്ല നല്ല കാഴ്ചകളും കണ്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറ എത്താറായപ്പോഴേക്കും റോഡിനെയും സൈഡിലുള്ള കാഴ്ചകളെ മറിച്ച് നല്ല രീതിയിലുള്ള കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ സ്ഥലം. അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറ എത്തി അവിടുന്ന് ഉച്ചഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് ഈ നേരെ കാണുന്ന വഴിയല്ല, ഇവിടുന്ന് തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഈ വഴി കണ്ട ഇതിൽ കൂടെയുള്ള യാത്ര ഒന്നും പറയാനില്ല, പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു ഈ വഴിയിലുള്ള യാത്രയ്ക്ക്. വഴിക്ക് വീതി വളരെ കുറവാണ്, പക്ഷെ നല്ല റോഡാണ്, രണ്ട് സൈഡിലും നല്ല രീതിയിലുള്ള കാഴ്ചകളും കാണാം. ഞാൻ ഈ വീഡിയോയിൽ കൂടി അത്രയ്ക്ക് നല്ല വഴി എന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതിലൂടെ യാത്ര ചെയ്ത് തന്നെ നിങ്ങൾ അനുഭവിച്ചറിയണം. അത്രയ്ക്കും സൂപ്പർ വഴിയാണ്. അതിനിടയിൽ പെട്ടെന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ആനയെ കണ്ടു. മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവർ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടത്. പിന്നെ ഇത് ഞങ്ങൾ നിൽക്കുന്ന റോഡിലേക്ക് ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കായിരുന്നു. ഈ ഒരു കാഴ്ച നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുന്ന വഴിക്ക് പലതരം മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാൻ പറ്റി. അത് തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പോഴേക്കും വാൽപ്പാറയിലെത്തി. അവിടുന്ന് ഒരു ചായ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കുറേ ഉള്ളിലായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്. വീണ്ടും ഇതിനിടയിൽ പല പല നല്ല നല്ല കാഴ്ചകളും കാണാൻ പറ്റി. ചെറിയൊരു പുഴ വരുന്നത് കണ്ട എന്ത് ഭംഗിയായിരുന്നു അറിയോ. ഇവിടുത്തെ ക്ലൈമറ്റ് പറയാനില്ല, അത്ര നല്ല തണുപ്പും നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ നേരം സന്ധ്യയായി. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും യാത്ര തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓക്കെ ബൈ.